ഡോക്ടർ നിഷ എസ്തരൻ. നിഷാസ് എഡ്യൂക്കേഷൻ ഹബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റി 2024-26 വർഷത്തേക്കുള്ള BEdന് ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ വൈകുന്നേരം വന്ന പ്രസ് റിലീസിലാണ് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തതായിട്ട് കാണുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. കേരള യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് എയ്ഡഡ്, സ്വാശ്രയം, KUCTE ഉൾപ്പെടെയുള്ള കോളേജുകളിലേക്ക് 2024-25 അധ്യയന വർഷത്തിൽ നടക്കുന്ന അഡ്മിഷന് വേണ്ടിയിട്ടാണ് ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുള്ളത്. ഏകജാലക സംവിധാനം വഴിയുള്ള പ്രവേശനത്തിനാണ് അപേക്ഷ കൊടുക്കേണ്ടത്. കേരള സർവകലാശാലയുടെ കീഴിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും, അത് ജനറൽ ആയാലും റിസർവേഷൻ ആയാലും മാനേജ്മെൻറ്റ് കോട്ട വഴിയുള്ളവരായാലും സ്പോർട്സ് കോട്ട വഴിയുള്ളവരായാലും അല്ലെങ്കിൽ ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനുള്ള PWD കാറ്റഗറി വഴിയായാലും അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സ്, TLM, ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള സ്പെഷ്യൽ റിസർവേഷനുകൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും എല്ലാ കാറ്റഗറിയിലേക്കുമായി ഏകജാലക സംവിധാനം വഴി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മാനേജ്മെൻറ്റ് കോട്ടയിലോ അല്ലെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയിലോ ഒക്കെ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ പോലും നമ്മൾ ഈ ഒരു ഏകജാലകം വഴി തന്നെ പ്രവേശനത്തിനായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്താൽ മാത്രമേ നിങ്ങളെ ആ ഒരു സംവിധാനത്തിലാണെങ്കിൽ പോലും പരിഗണിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് സ്പോർട്സ് കോട്ടയിലൊക്കെ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിലും സ്പോർട്സ് കൗൺസിലിൽ അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു നമ്മുടെ ഓൺ ടൈം രജിസ്ട്രേഷനിൽ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഓൺലൈൻ രജിസ്ട്രേഷൻ ഇന്ന് 2024 ജൂൺ 10 ആരംഭിക്കുകയും 2024 ജൂൺ 25 വൈകുന്നേരം 5 മണിക്ക് അവസാനിക്കുന്നതുമാണ്. സാധാരണ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച കൂടി സമയം എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജൂൺ 25 കഴിഞ്ഞ് ഒരാഴ്ച കൂടി കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അത് നമുക്ക് ഉറപ്പാക്കാൻ കഴിയുന്നില്ല. ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ അവസാന തീയതി വരെ അപേക്ഷയിൽ നമുക്ക് തെറ്റുകൾ തിരുത്താവുന്നതാണ്. 20 ഓപ്ഷൻ വരെ സെലക്ട് ചെയ്യാൻ കഴിയും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഓപ്ഷൻ കൊടുത്ത കോളേജുകളിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിർബന്ധമായും പ്രവേശനം നേടേണ്ടതാണ്. അല്ലാത്ത പക്ഷം തുടർന്ന് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുന്നതല്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജുകളും പ്രോഗ്രാമുകളും മാത്രം മുൻഗണനാ ക്രമത്തിൽ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് കോളേജുകളിലേക്കോ സർവകലാശാലയിലേക്കോ അയക്കേണ്ടതില്ല എന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 20 ഓപ്ഷൻ വരെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് കൂടുതൽ ഒരു സൗകര്യം ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ തവണയും 20ഓളം കോളേജുകൾ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. അത് റീഅറേഞ്ച്മെൻറ്റും അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ എന്താണ് ഈ കൂടുതൽ ഡീറ്റെയിൽസ് കൊടുത്തേക്കുന്നതെന്നുള്ളത് വരുന്ന നമ്മുടെ പ്രോസ്പെക്ടസിലും അതിലുമൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും നമ്മൾ ഫീസ് അടയ്ക്കുന്നതിൻ്റെ രസീതും ഒക്കെ പ്രവേശന സമയത്താണ് അതാത് കോളേജുകളിൽ ഹാജരാക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു സർട്ടിഫിക്കറ്റും നമ്മൾ കോളേജുകളിലേക്ക് അയച്ചു കൊടുക്കേണ്ടതില്ല. ഓൺലൈൻ രജിസ്ട്രേഷൻ ഫീസ് 700 രൂപയാണ്. SC/ST-കാർക്ക് 400 രൂപയാണ്. ബാക്കി എല്ലാ കാറ്റഗറിക്കും നമുക്ക് 700 രൂപ ഫീസ് അടയ്ക്കണം. ഏകജാലക സംവിധാനത്തിലുള്ള എല്ലാ ഫീസും ഓൺലൈൻ മുഖാന്തരം വേണമാണ് അടയ്ക്കേണ്ടത്. DD, ചെക്ക് അങ്ങനെയുള്ള ചെല്ലാനൊന്നും തന്നെ പേയ്മെൻറ്റ് സ്വീകരിക്കുകയോ അതുപോലെ റീഫണ്ട് ചെയ്യുകയോ ചെയ്യുന്നതല്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഫീസ് അടച്ച രസീത് നിർബന്ധമായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ തെറ്റായി എന്തെങ്കിലും ഫീസ് ഓടിക്കി കഴിഞ്ഞാൽ അത് റീഫണ്ട് ചെയ്യുന്നതല്ല എന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. നമുക്ക് അഡ്മിഷൻ സംബന്ധിച്ചിട്ടുള്ള എന്ത് വിവരങ്ങൾക്ക് വേണ്ടിയിട്ടും യൂണിവേഴ്സിറ്റിയുടെ തന്നെ പത്രക്കുറിപ്പുകളും അറിയിപ്പുകളുമാണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത്. അതുപോലെ അഡ്മിഷൻ്റെ വെബ്സൈറ്റ് പറഞ്ഞിട്ടുണ്ട്. admissions.keralauniversity.ac.in എന്നുള്ള അവിടെ ആ സൈറ്റിലാണ് നമ്മൾ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അറിയിപ്പുകൾക്കും കോൺടാക്റ്റ് ചെയ്യേണ്ടത്. ഇനി ഒരു നമ്പർ കൂടി തന്നിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ തന്നെ വാട്സപ്പ് ഉള്ള ഒരു നമ്പറാണ്. ആ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് അയച്ചും സംശയങ്ങൾ ചോദിക്കാനുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് BEd@keralauniversity.ac.in എന്നുള്ള മെയിൽ ID-യിലേക്ക് നമുക്ക് ഇമെയിൽ അയച്ചും നിങ്ങളുടെ സംശയങ്ങളൊക്കെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ക്ലിയർ ചെയ്യാവുന്നതാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് പ്രധാനമായിട്ട് ഇന്നത്തെ പത്രക്കുറിപ്പിൽ എത്തിയിട്ടുള്ള കാര്യങ്ങൾ. കേരള യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് ആക്റ്റീവായി തുടങ്ങിയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ തവണയും ഇതുപോലെ പ്രസ് റിലീസ് വന്ന് പിറ്റേ ദിവസം വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാനായിട്ട് സാധിച്ചത്. ഇപ്പോഴും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ആപ്ലിക്കേഷൻ റിസീവ് ചെയ്ത് തുടങ്ങിയോ എന്നുള്ളത്. എന്തായാലും 2 ദിവസം വെയിറ്റ് ചെയ്യുക. തിരക്ക് സൈറ്റൊക്കെ ഒന്ന് ഓപ്പൺ ആയി നേരെ ആയതിനു ശേഷം മാത്രം ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഫസ്റ്റ് തന്നെ ഫീസ് അടച്ചു കഴിഞ്ഞതിന് ശേഷമേ കേരള യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിനകത്ത് കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് നമുക്ക്
ആദ്യത്തെ ഡീറ്റെയിൽസ് ആണെങ്കിൽ പോലും എൻട്രി ചെയ്യാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് ആദ്യമേ തന്നെ ഫീസൊക്കെ അടച്ചതിന് ശേഷം വേണം ട്രൈ ചെയ്ത് തുടങ്ങാനായിട്ട്. ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളത് കൃത്യമായിട്ട് തൊട്ട് പുറകെ തന്നെ വീഡിയോ എത്തുന്നുണ്ട്. ആ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടതിന് ശേഷം മാത്രം ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനായിട്ട് തുടങ്ങുക. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി നിഷാസ് എഡ്യൂക്കേഷൻ ഹബ്ബ് കൂടെ ഉണ്ടാവും. ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് മുതൽ അഡ്മിഷൻ കിട്ടുന്നത് വരെയുള്ള എല്ലാ സ്റ്റെപ്പിലും യൂണിവേഴ്സിറ്റിയുടെ എല്ലാ അപ്ഡേറ്റുകളുമായി ഞങ്ങളുടെ ചാനൽ നിങ്ങളോടൊപ്പമുണ്ട്. ഏവർക്കും നിഷാസ് എഡ്യൂക്കേഷൻ ഹബ്ബിന്റെ ആശംസകൾ.